ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എവർനൈറ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലെ 12ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കാണുന്നതിന് ശേഷം മാത്രമേ ഇത് കാണുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് നിങ്കയും സാങ്സാങ്ങിനെയും പിടിക്കുന്നതിന് വേണ്ടി ദുഷ്ടനായിട്ടുള്ള കമാൻഡറിൻ്റെയും അതുപോലെ തന്നെ നിയാൻ്റെയും ആളുകൾ ആ സ്ഥലമാകെ അരിച്ചു പെറുക്കുന്നതാണ് കണ്ടത്. പല സ്ഥലങ്ങളിലും അതിക്രമിച്ച് കയറിയാണ് അവിടമാകെ അവർ അരിച്ചു പെറുക്കി അന്വേഷിക്കുന്നത്. കയറി ഇറങ്ങിയ സ്ഥലങ്ങളിൽ ചുവപ്പ് നിറത്തിലുള്ള ഒരു പേപ്പറോ തുണിയോ അടയാളമായി ഒട്ടിച്ചും വെക്കുന്നുണ്ട്. നിയാനാകട്ടെ ഇതേ സമയം ആ കാക്കകളെ കാണുകയും അതിനെ നിരീക്ഷിച്ച് അതിനെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്കയും സാങ്സാങ്ങും താമസിച്ച സ്ഥലത്തെത്തുന്നു. എല്ലാ കാക്കകളും അവിടെയായിരുന്നു വട്ടം കറങ്ങിയിരുന്നത്. ആ സ്ഥലത്തെ വാതിൽ കാണുമ്പോൾ ദുഷ്ടനായിട്ടുള്ള കമാൻഡർ പറയുകയാണ്, എന്തുകൊണ്ടാണ് ഇത് സീല് ചെയ്തിരിക്കുന്നത്? അതുകൂടാതെ തലയോട്ടികളും വച്ചിരിക്കുന്നു. ആരോ ഇവിടെ മരിച്ചതായിരിക്കണം. എങ്കിലും സംശയം തോന്നി ആ സ്ഥലത്തും അന്വേഷിക്കാൻ അവർ തീരുമാനിക്കുന്നു. എന്നാൽ അവിടെ നിങ്കയും സാങ്സാങ്ങും ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പേ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരവിടെ താമസിച്ചതിൻ്റെ അടയാളങ്ങളും കാണുന്നുണ്ട്. അത് കണ്ട് അവർ മിസ്സായതിൻ്റെ ദേഷ്യത്തിൽ ക്വീനിയാൻ ഉച്ചത്തിൽ അലറുന്നു. നിങ്കയും സാങ്സാങ്ങും ആകട്ടെ ഇപ്പോഴും അവിടുന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട് പോകണമെന്ന് അവർക്കറിയില്ല. എങ്കിലും എങ്ങോട്ടോ അവർ ഓടുന്നു. എന്നാൽ അവിടുത്തെ നാട്ടുകാർ അവരെ കാണുന്നു. കണ്ടവരാകട്ടെ പ്രത്യേക തരത്തിലുള്ള മണി പോലെ എന്തോ പാത്രം മുഴക്കിക്കൊണ്ട് മറ്റുള്ളവരെയും ആ വിവരം അറിയിക്കുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ മുഴുവനും നിങ്കയും സാങ്സാങ്ങിനെയും പിടിക്കുന്നതിന് വേണ്ടി അവരെ ഫോളോ ചെയ്യുകയാണ്. അവിടെയുള്ള എല്ലാ ജനങ്ങളും അവരെ പിന്തുടരുന്നു. അവർ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ടും പല സ്ഥലങ്ങളിൽ നിന്നും അവരെ വളഞ്ഞതുകൊണ്ടും അവർക്ക് എങ്ങോട്ടും ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല. അവസാനം ആ ജനങ്ങളുടെ മധ്യത്തിൽ നിങ്കയും സാങ്സാങ്ങും ട്രാപ്പിലായി. ആ ജനങ്ങൾ അടുത്തു വരാതിരിക്കാൻ അറ്റാക്ക് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് നിങ്കയും സാങ്സാങ്ങും. ആ ജനങ്ങളാകട്ടെ കയ്യിൽ കിട്ടിയ ആയുധവുമായിട്ടാണ് അവരെ വളഞ്ഞിരിക്കുന്നത്. മിക്കവരുടെയും കയ്യിൽ നല്ല വടിയാണ്. ആരും പേടിച്ച് അവരുടെ തൊട്ടടുത്തേക്ക് വരുന്നില്ല. എങ്കിലും വടി കൊണ്ട് അടിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അവരെ എങ്ങോട്ടും ഓടി രക്ഷപ്പെടാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് ഇനി രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പലരും കയ്യിൽ കിട്ടിയ സാധനങ്ങൾ എടുത്ത് അവരെ എറിയുകയും ചെയ്യുന്നു. ഒരു ഡെവിളിനോട് എന്ന പോലെയായിരുന്നു ജനങ്ങൾ അവരോട് പെരുമാറിക്കൊണ്ടിരുന്നത്. അവരുടെ ഉള്ളിൽ അത്രയ്ക്കും ദേഷ്യവും അറപ്പും ഒക്കെ സാങ്സാങ്ങിനോടുണ്ടായിരുന്നു. എന്നാൽ അവസാനം ഒരു വിധത്തിൽ അതിൻ്റെ ഇടയിൽ നിന്ന് നിങ്കയും സാങ്സാങ്ങും പുറത്തു കടക്കുന്നു. അതിനുശേഷം വീണ്ടും ആ ജനങ്ങൾ അവരെ ഫോളോ ചെയ്യുന്ന സമയത്ത് ദുഷ്ടനായിട്ടുള്ള ആ കമാൻഡറിൻ്റെ കുറച്ച് പട്ടാളക്കാരും നിങ്കയും സാങ്സാങ്ങിനെയും കാണുന്നു. ഓടി രക്ഷപ്പെട്ട് ആരും കാണാത്ത ഒരു സ്ഥലത്ത് പോയി നിങ്കയും സാങ്സാങ്ങും ഒളിച്ചിരിക്കുന്നു. ജനങ്ങളാകട്ടെ അത് മനസ്സിലാക്കാതെ എല്ലാ സ്ഥലങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ക അപ്പോൾ സാങ്സാങ്ങിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന്. അവൾക്ക് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അത്രമേൽ അവൾക്ക് വിഷമമുണ്ടായിരുന്നു. എങ്കിലും ഇല്ല എന്ന രീതിയിൽ തലയാട്ടുന്നു. അവൾക്ക് നല്ല വിഷമമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ക ചോദിക്കുകയാണ്, നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ, നീ പേടിക്കണ്ട. അങ്ങനെ കുറേ വാക്കുകൾ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നു. നിങ്കയുടെ ആശ്വാസ വാക്കുകൾ കേട്ട് കഴിയുമ്പോൾ അവൾക്ക് അല്പം ആശ്വാസമാകുന്നു. ശേഷം ആ സിറ്റിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് അവർ തീരുമാനിക്കുന്നു. ചുറ്റിനും ആളുകളുടെ ശബ്ദമൊന്നും കേൾക്കാതിരിക്കുമ്പോൾ അവർ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് പതുക്കെ അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നാൽ അപ്പോൾ തന്നെ ദുഷ്ടനായിട്ടുള്ള കമാൻഡറിൻ്റെ പട്ടാളക്കാർ അവിടെ എത്തുന്നു. അവർ മറ്റുള്ളവരെയും ഇക്കാര്യം അറിയിക്കുമ്പോൾ വീണ്ടും മറ്റുള്ള എല്ലാവരും അവരെ ചേസ് ചെയ്യുന്നു. ഇപ്രാവശ്യം നിങ്കയ്ക്ക് പലരുമായിട്ടും ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. പല അവസരങ്ങളിലും സാങ്സാങ്ങിനെ രക്ഷിക്കുകയും ചെയ്തു. പറ്റാവുന്ന വിധത്തിൽ ഒഴിഞ്ഞു മാറി കുറേ ആളുകളെയൊക്കെ ഇടിച്ചു തെറിപ്പിച്ച് സാങ്സാങ്ങിനെയും കൊണ്ട് അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ഇതേ സമയം തന്നെ ആ സിറ്റിയുടെ പുറത്ത് നിയാൻ്റെ മാസ്റ്റർ പ്രത്യക്ഷമാവുന്നത് കാണിക്കുന്നു. അവിടെ ചുറ്റിനും പാറിപ്പറക്കുന്ന ആ കാക്കകളെയാണ് അവൻ നിരീക്ഷിക്കുന്നത്. അതിനുശേഷം ആ സിറ്റിയുടെ ഉള്ളിലേക്ക് അവൻ കയറുന്നതായി കാണിക്കുന്നു. പിന്നെ ആ സിറ്റിയിൽ തന്നെയുള്ള മാസ്റ്റർ ക്വീനിയെ കാണിക്കുന്നു. ഫൂസിയുടെ മുമ്പത്തെ അറ്റാക്ക് മൂലം നല്ല ആക്രമണമേറ്റത് കൊണ്ടായിരിക്കണം എന്തോ പ്രത്യേക രീതിയിൽ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് എന്തൊക്കെയോ അവർ ചെയ്യുന്നു. ശക്തി ആർജിക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും. വീണ്ടും രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്കയും സാങ്സാങ്ങിനെയും കാണിക്കുന്നു. ഇപ്പോഴും കുറെ ആളുകൾ അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. മുന്നിൽ തടസ്സമായി വരുന്നവരെ എല്ലാം നിങ്ക നിഷ്പ്രയാസം ഇടിച്ചു തെറിപ്പിച്ചു. അതിനുശേഷം അവർ രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് മാസ്റ്റർ ക്വീനി താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. മാസ്റ്റർ ക്വീനി ഇരിക്കുന്ന സ്ഥലത്താകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു തിരി അണയാൻ പോകുന്നു. അത് കണ്ട് അവർക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന് മനസ്സിലാവുന്നു. നിങ്കയും സാങ്സാങ്ങും ആകട്ടെ ആളുകൾ ഫോളോ ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാരിയറും തകർത്ത് അകത്തേക്ക് കയറുന്നു. അതിന് അവരെ സഹായിച്ചത് ആ കുടയായിരുന്നു. നിങ്ക ആ കുട ഉപയോഗിച്ച് അത് തകർത്ത് അകത്തേക്ക് കയറി. ആ കുട എത്രമാത്രം പവർഫുൾ ആണെന്ന് പല അവസരങ്ങളിലും നമ്മൾ കണ്ടതാണല്ലോ. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാകട്ടെ പുറത്തുള്ള ആളുകൾ പറയുന്നത് ഒന്നും തന്നെ അവർക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഉള്ളിലൂടെ സൗണ്ട് പോലും അകത്തേക്ക് പ്രവേശിക്കില്ല. പവർഫുള്ളായ നിയാന് പോലും അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ സാധിച്ചില്ല.
അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്കെ പറയുകയാണ് ഇപ്പോഴാണ് ഈ ലോകം ശാന്തമായത്. അവർ ചെവിതല തരുന്നുണ്ടായിരുന്നില്ല. സാങ്സാങ് അപ്പോൾ പറയുകയാണ് എന്നെക്കുറിച്ച് മാത്രമാണ് അവരതൊക്കെ പറയുന്നത്. അവൾ വീണ്ടും സാഡ് ആകുന്നു എന്ന് കാണുമ്പോൾ നിങ്കെ കുറെ തമാശകളൊക്കെ പറഞ്ഞ് അവളെ ചിരിപ്പിക്കാൻ നോക്കുന്നു. സാങ്സാങ് പറയുകയാണ് ഇതൊന്നും തമാശയല്ല. അതൊക്കെ പോട്ടെ, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിങ്കെ അപ്പോൾ ആ സ്ഥലം ഒന്ന് നോക്കിയിട്ട് പറയുകയാണ് എൻ്റെ ഒരു ഓൾഡ് ഫ്രണ്ടിനെ കാണാൻ വന്നതാണ്. ശേഷം അവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ പറയുകയാണ് നിങ്ങൾ തിരികെ പൊക്കോളൂ, എൻ്റെ ഫ്രണ്ടിനെ കാണാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവരെയൊക്കെ കളിയാക്കുന്ന രീതിയിൽ തമാശയ്ക്കാണ് നിങ്കെ അതൊക്കെ പറഞ്ഞത്. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും തമാശ പറയുകയാണ്. ക്വീനിയാനും ആ ജനങ്ങളുമൊക്കെ ദേഷ്യത്തോടെ അപ്പോൾ പറയുകയാണ് എന്ത് ധൈര്യത്തിലാണ് നീ അങ്ങോട്ട് കയറുന്നത്? എന്നാൽ അവർ പരസ്പരം പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും സംസാരിക്കുന്നതൊക്കെ ആക്ഷൻസിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാകും. അതിനുശേഷം എന്തും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ പതുക്കെയാണ് നിങ്കയും സാങ്സാങ്ങും അകത്തേക്ക് കയറുന്നത്. ക്വീനി ആകട്ടെ നേരത്തെ തന്നെ അപകടം മണത്തറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്കയും സാങ്സാങ്ങും അകത്തേക്ക് കയറിയപ്പോൾ ക്വീനി അവിടെ ഉണ്ടായിരുന്നില്ല. അവരങ്ങനെ പതുങ്ങി മുന്നോട്ട് നടക്കുന്ന സമയത്ത് ക്വീനിയുടെ സ്റ്റിക്ക് പാഞ്ഞു വന്ന് അവരെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. നിങ്കയാണ് അത് ആക്രമിക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ സാഹസികമായി നിങ്കെ വാൾ ഉപയോഗിച്ച് അത് തട്ടിമാറ്റി. അപ്പോഴേക്കും അവനെ ആക്രമിക്കുന്നതിന് വേണ്ടി ക്വീനിയും പാഞ്ഞു വന്നിരുന്നു. പിന്നെ അവർ തമ്മിലുള്ള ശക്തമായിട്ടുള്ള ഫൈറ്റാണ്. എങ്കിലും അല്പനേരം മാത്രമേ അത് നീണ്ടു നിന്നുള്ളൂ. നിങ്കെ നിഷ്പ്രയാസം ക്വീനിയെ പരാജയപ്പെടുത്തി. നിങ്കെ ക്വീനിയുടെ കഴുത്തിൽ വാള് വെച്ചിട്ട് പറയുകയാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു. ക്വീനി അപ്പോൾ ദേഷ്യത്തോടെ പറയുകയാണ് എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്? നിങ്കെ പറയുകയാണ് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് ഒളിക്കാൻ വേറെ സ്ഥലമില്ല. ചിരിച്ചുകൊണ്ട് ക്വീനി അപ്പോൾ പറയുകയാണ് എനിക്ക് സന്തോഷമായി. നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് അവർ നിങ്ങളെ വളരെ മോശമായിട്ട് ഫോളോ ചെയ്യുകയായിരുന്നു എന്ന് തോന്നുന്നു. നല്ല രീതിയിൽ തന്നെ ചേസ് ചെയ്യപ്പെട്ടു അല്ലേ? നിങ്കെ പറയുകയാണ് നിങ്ങളുടെ ഈ സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? അപ്പോൾ ക്വീനി ദേഷ്യത്തോടെ പറയുകയാണ് എന്നെ കിഡ്നാപ്പ് ചെയ്ത് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ സിറ്റി വിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഈ സിറ്റി വിട്ട് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കില്ല, അതൊക്കെ ഇമ്പോസിബിൾ ആണ്. സാങ്സാങ് അപ്പോൾ പറയുകയാണ് ഇവരുടെ സംസാരം കൂടുന്നുണ്ട്. നിങ്കെ അതെ എന്ന് പറയുന്നു. പുറത്തെ ആ കാക്കകളുടേത് പോലെ തന്നെ എന്ന് പറയുന്നു. ഇതേ സമയം തന്നെ അവിടെ എത്തുന്ന ദുഷ്ടനായിട്ടുള്ള കമാൻഡർ പറയുകയാണ് എന്തുകൊണ്ട് ഇത് തകർത്ത് നമുക്ക് അകത്തേക്ക് കയറിക്കൂടാ? മാസ്റ്റർ ക്വീനിയുടെ ശക്തി ഉപയോഗിച്ചാണ് ഈ ബാരിയർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നശിപ്പിച്ചാൽ അവർക്ക് എന്തെങ്കിലും പറ്റുമായിരിക്കാം. പക്ഷേ ലോകരക്ഷയ്ക്ക് വേണ്ടി അവർക്കത് ചെയ്യുന്നതിന് സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ. ഈ സിറ്റിയിൽ അതിനുള്ള ധൈര്യം ആർക്കുമില്ലേ? നീയാനും അത് തകർക്കാൻ സാധിക്കും. കാരണം അവൻ നിങ്കേക്കാളും പവർഫുൾ ആണല്ലോ. എന്നാൽ അവൻ മാസ്റ്റർ ക്വീനിയെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും സാങ്സാങ്ങിൻ്റെ ഒക്കെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഷീലിങ്ങിൻ്റെ ആളുകൾ അവിടെ എത്തി പറയുകയാണ് നമുക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തിട്ട് അത് ചെയ്താൽ പോരെ? അവർക്കിനി രക്ഷപ്പെടാൻ വേറെ വഴികളൊന്നുമില്ല, പിന്നെ എന്തിനാണ് നമ്മൾ തിടുക്കം കൂട്ടുന്നത്? എന്നാൽ അത് കേട്ട് കഴിയുമ്പോൾ തന്നെ ദുഷ്ടനായിട്ടുള്ള ആ കമാൻഡറിന് അത് ആരാണെന്ന് മനസ്സിലാകുന്നു. ഹാൾ ഓഫ് ലൈറ്റിലെ ആളുകളാണ് അതെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ദുഷ്ടനായിട്ടുള്ള ആ കമാൻഡർ അതുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സാങ്സാങ് ഡോട്ടർ ഓഫ് ലൈറ്റ് അല്ല, അവൾ ഡോട്ടർ ഓഫ് ഹെയ്ഡ് ആണ്. വീണ്ടും ക്വീനിയെ കാണിക്കുന്നു. ക്വീനിയെ നിങ്കെ കെട്ടിയിട്ടിരിക്കുകയാണ്. നിങ്കെ പറയുകയാണ് പേടിക്കണ്ട, നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഇപ്പോഴത്തെ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടണം, അല്ലാതെ ഒരു വൃദ്ധയെ ഞങ്ങൾ അങ്ങനെ ഹോസ്റ്റേജാക്കി വെക്കില്ല. അപ്പോഴേക്കും റെസ്റ്റ് ചെയ്യുകയായിരുന്ന സാങ്സാങ് നല്ലവണ്ണം ചുമക്കുന്നു. നിങ്കെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് നീ നല്ലവണ്ണം ടയേർഡ് ആയിട്ടുണ്ടല്ലേ? സാങ്സാങ് അപ്പോൾ പറയുകയാണ് എന്നെക്കാളും ടയേർഡ് നീയാണ്. നിങ്കെ അപ്പോൾ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ് പേടിക്കണ്ട, കുറച്ചു നേരം കൂടി നീ പിടിച്ചു നിൽക്കൂ. ഫസ്റ്റ് ബ്രദർ തീർച്ചയായും നമ്മളെ രക്ഷിക്കാൻ വരും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ക്വീനി ഒളിച്ചു നിന്നതെല്ലാം കേൾക്കാൻ നോക്കുന്നുണ്ട്. അതിനുശേഷം നിങ്കെ ചോദിക്കുകയാണ് ഇത്രയും അലഞ്ഞതല്ലേ, നിനക്ക് വിശക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറയുമ്പോൾ ദാഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് ഉത്തരം പറയാതിരിക്കുന്നത് കാണുമ്പോഴേ നിങ്കയ്ക്ക് കാര്യം മനസ്സിലാകുന്നു. നിങ്കെ പറയുകയാണ് പേടിക്കണ്ട, ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാം, നീ ഇവിടെ തന്നെ നിൽക്കൂ. അവൻ അതിനുശേഷം അവിടെ നിന്ന് പോകുന്ന സമയത്ത് മാസ്റ്റർ ക്വീനി അവളുടെ സ്റ്റിക്കിലേക്ക് ഒന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം എന്തൊക്കെയോ ഉടായ്പ് കാണിക്കുന്നു. ഫസ്റ്റ് ബ്രദർ ഇതേ സമയം അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മരുഭൂമി പോലത്തെ സ്ഥലത്തിലൂടെയാണ് അവൻ വന്നുകൊണ്ടിരിക്കുന്നത്. അവൻ നല്ല ടയേർഡ് ആണെന്ന് നടത്തം കാണുമ്പോഴേ മനസ്സിലാകും. ഒരുപാട് ശക്തി പ്രയോഗിക്കാനുള്ള അവസ്ഥയിലല്ല അവനിപ്പോൾ ഉള്ളത്. എങ്കിലും നിങ്കയെ രക്ഷിക്കണമെന്ന ചിന്തയോടെ അവൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്കെ സാങ്സാങ്ങിന് വെള്ളം കൊടുക്കുന്നത് കാണിക്കുന്നു. സാങ്സാങ് അല്പം കുടിച്ചു കഴിഞ്ഞ് നിങ്കയ്ക്കും കൊടുക്കുന്നു. അതെല്ലാം കണ്ട് ക്വീനി ദേഷ്യത്തോടെ പറയുകയാണ് ഇവളെ നീ നിന്റെ കൂടെ കൂട്ടുന്നത് എന്തിനാണ്? നിന്റെ ജീവിതം ഇതുമൂലം നശിയാൻ പോവുകയാണ്. നിങ്കെ അപ്പോൾ പറയുകയാണ് ഇവളില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ക്വീനി പറയുകയാണ് ഓ ലവ് അഡിക്റ്റ് ആണല്ലേ? നിങ്കെ അപ്പോൾ പറയുകയാണ് നിങ്ങൾ ഇത്രയും വർഷം ജീവിച്ചു എന്ന് പറയുന്നത് വെറുതെയാണ്. ഇത്രയും വർഷം ജീവിച്ചിട്ടും സ്നേഹത്തിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയില്ല.
ക്വീനി പറയുകയാണ് അതൊന്നും എനിക്കറിയില്ല, പക്ഷേ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഇവൾ ഡോട്ടർ ഓഫ് ഡിസീസ് ആണ്. നിങ്കയ്ക്ക് അത് കേട്ട് ദേഷ്യമാവുന്നുണ്ട്. എങ്കിലും അവൻ പറയുകയാണ് ഇവൾ ആര് തന്നെ ആയാലും ഇവളെ ഞാൻ ഇഷ്ടപ്പെടും. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനായിരുന്നു സൺ ഓഫ് ഫേഡ്, അപ്പോഴും ഇവൾ എന്നെ കൈവിട്ടില്ല, ഇവൾ എന്നെ സ്നേഹിച്ചു, അതുകൊണ്ട് ഞാനും ഇവളെ കൈവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ക് അവളെ കെട്ടിപ്പിടിക്കുന്നു. സാങ്സാങ്ങിന് അപ്പോൾ ആശ്വാസമാകുന്നു. ക്വീനി ആകട്ടെ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന മട്ടിൽ തിരിഞ്ഞു നിൽക്കുന്നു. അതിനുശേഷം വീണ്ടും എന്തോ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. പെട്ടെന്ന് അവളുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആ കെട്ടുകളെല്ലാം പൊട്ടിച്ച് പാഞ്ഞു ചെന്ന് ആ സ്റ്റിക്ക് എടുത്ത് അതുപയോഗിച്ച് സാങ്സാങ്ങിനെ കൊല്ലാനൊരുങ്ങുന്നു. എന്നാൽ അപ്പോഴേക്കും നിങ്ക് അതെല്ലാം ബ്ലോക്ക് ചെയ്തിരുന്നു. വീണ്ടും അവർ തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നു. അപ്പോഴും മാസ്റ്റർ ക്വീനിക്ക് ഒന്നും ചെയ്യാനായില്ല. നിങ്കയുടെ കയ്യിൽ നിന്ന് നല്ല ഇടിയും കിട്ടി. ആ ഒരു ഫൈറ്റിൽ ക്യൂഷാൻ പഠിപ്പിച്ച ഒരു ട്രിക്കും അവൻ പ്രയോഗിക്കുന്നുണ്ട്. അത് കണ്ട് ക്വീനി അത്ഭുതത്തോടെ ചോദിക്കുകയാണ് നീ അതും പഠിച്ചോ? ആ ബാസ്റ്റേഡ് ക്യൂഷാൻ നിന്നെ അതും പഠിപ്പിച്ചല്ലേ? ഇനി എനിക്ക് നിന്നെ പരാജയപ്പെടുത്താനാകില്ല. ലോകം മുഴുവനെയും നിനക്കെതിരെ ഞാൻ തിരിക്കും, നിന്നെ കൊല്ലും. നിന്നെ മാത്രമല്ല ഇവളെയും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവൾ ശക്തി പ്രയോഗിക്കുന്നു. ഇപ്രാവശ്യം ആ സ്റ്റിക്കിൽ നിന്ന് പുറപ്പെട്ട ശക്തിയാൽ പുറത്തുണ്ടായിരുന്ന പ്രൊട്ടക്ഷൻ വലയവും തകർക്കപ്പെടുന്നു. അത് മനസ്സിലാക്കി പുറത്തുള്ളവരും അകത്തേക്ക് കയറാൻ ഒരുങ്ങുന്നു. സാങ്സാങ്ങിന് വേണ്ടി വാദിക്കുന്നവർ തടയാൻ ശ്രമിച്ചതാണ്, പക്ഷെ കാര്യമുണ്ടായില്ല. ക്വീനിയാകട്ടെ ആ അറ്റാക്കിന് ശേഷം വാതിലുകൾ തകർത്ത് പുറത്തേക്ക് വീഴുന്നു. നിങ്കെ തന്നെ ഇടിച്ചു തെറിപ്പിച്ചതാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ്. അവരെന്തായാലും മരിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ആ പ്രൊട്ടക്ഷൻ വലയം തകർക്കപ്പെട്ടത്. അത് തകർക്കപ്പെട്ടാൽ അവരും മരിക്കും. അത് കണ്ട് നിങ്കയും സാങ്സാങ്ങിനെയും ഫോളോ ചെയ്തവർ ചുറ്റിനും കൂടുകയാണ്. നിങ്കയും സാങ്സാങ്ങും പുറത്തു വന്ന് നോക്കുമ്പോൾ അവർ മരിച്ചു എന്ന് മനസ്സിലാകുന്നു. ദുഷ്ടനായിട്ടുള്ള കമാൻഡർ ഉച്ചത്തിൽ ഇതേ സമയം പറയുകയാണ് ഇവനാണ് ഇത് ചെയ്തത്, അവരെ രണ്ടുപേരെയും കൊല്ലൂ. ഉടനെ തന്നെ നിങ്കയും സാങ്സാങ്ങും അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ഒരുങ്ങുന്നു. വീണ്ടും അവർ ചേസ് ചെയ്യപ്പെടുന്നു. നിയാനാകട്ടെ ക്വീനിനെ ഒന്ന് വണങ്ങിയതിനു ശേഷം വീണ്ടും നിങ്കയും സാങ്സാങ്ങിനെയും ഫോളോ ചെയ്യുന്നു. നിങ്കയും സാങ്സാങ്ങും ആകട്ടെ മറ്റൊരു സ്ഥലത്ത് വെച്ച് നാട്ടുകാരാൽ വളയപ്പെടുന്നു. ഒരു കുട്ടി എറിയുന്ന കല്ല് ഇതേ സമയം സാങ്സാങ്ങിന്റെ നെറ്റിയിൽ കൊള്ളുന്നു. അതിനുശേഷം ചിലർ വടി കൊണ്ടും അടിക്കുന്നു. അതെല്ലാം കണ്ട് അന്തം വിട്ടു നിൽക്കുകയായിരുന്നു നിങ്ക്. അവൻ ശരിക്കും തകർന്നുപോയി. ശരിക്കും ദേഷ്യമാകുന്ന അവൻ ആലോചിക്കുകയാണ് നിരപരാധികളെ കൊല്ലരുത് എന്ന് ഞാൻ തീരുമാനിച്ചതാണ്, പക്ഷേ അവരെന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ്. ശേഷം ആരും വരാതിരിക്കാൻ അവരുടെ നേരെയൊക്കെ വാളും വീശുന്നു. സാങ്സാങ്ങും അത്രയൊക്കെ പരിക്കേറ്റെങ്കിലും ഒരു വിധത്തിൽ എഴുന്നേൽക്കുന്നു. നിങ്കെ വാള് വീശി വീശി പലരെയും വകഞ്ഞു മാറ്റി. ഇപ്പോൾ അവർക്ക് ഓടി രക്ഷപ്പെടാനുള്ള ഒരു സ്പേസ് നിങ്കെ അങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അവരുടെ പുറകിൽ അപ്പോഴേക്കും നിയാൻ എത്തി. സാങ്സാങ്ങിനെ വിട്ടുതരുന്നുണ്ടോ എന്ന് വീണ്ടും അവൻ ചോദിക്കുന്നു. നിരപരാധികളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നീ അത് ചെയ്യണം, ഫൂസി പോലും അതായിരിക്കും ആഗ്രഹിക്കുക. എന്നാൽ നിങ്കെ പറയുകയാണ് ഫൂസി പറഞ്ഞാൽ പോലും ഈ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്തിരിയില്ല. നിയാൻ അപ്പോൾ പറയുകയാണ് ഇവളെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. നിങ്കെ അപ്പോൾ ദേഷ്യത്തോടെ പറയുന്നുണ്ട് എൻ്റെ അങ്കിൾ പറഞ്ഞിട്ടുണ്ട് അവൻ എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിച്ചാൽ ആര് തന്നെ എതിർത്താലും അങ്ങോട്ട് പോവുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ എത്രയൊക്കെ ആളുകൾ എനിക്കെതിരെ വന്നാൽ പോലും സാങ്സാങ്ങിനെ ഞാൻ സംരക്ഷിക്കും. അപ്പോഴേക്കും ദുഷ്ടനായിട്ടുള്ള കമാൻഡറും അവൻ്റെ ആളുകളും അവിടെ എത്തി പറയുകയാണ് നിയാൻ നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? അവളെ കൊല്ലൂ. നിയാൻ അപ്പോൾ പറയുകയാണ് ഞാൻ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ ദുഷ്ടനായിട്ടുള്ള കമാൻഡർ പറയുകയാണ് അതിനുള്ള സമയമൊന്നുമില്ല. സാങ്സാങ്ങിനെ കൊല്ലാൻ അവൻ്റെ ആളുകളോട് അവൻ ഉത്തരവിടുന്നു. എന്നാൽ പാഞ്ഞു വന്ന ആ പട്ടാളക്കാരെ എല്ലാം ദേഷ്യത്തോടെ നിഷ്പ്രയാസം നിങ്കെ ഇടിച്ചു തെറിപ്പിച്ചു. അവൻ്റെ വാള് കൊണ്ടുള്ള ആ അറ്റാക്കിൽ ചിലർ മരിച്ചു എന്നാണ് തോന്നുന്നത്. സാങ്സാങ്ങിനെ കൊല്ലുന്നതിന് വേണ്ടി അവളുടെ തൊട്ടടുത്ത് വരെയും അവർ എത്തിയതാണ്. എന്നാൽ നിങ്കെ അതിനനുവദിച്ചില്ല. അപ്പോഴേക്കും നിയാൻ പ്രതീക്ഷിച്ചു നിന്ന ആ വ്യക്തി എത്തി. വേറെ ആരുമല്ല, നിയാൻ്റെ മാസ്റ്റർ തന്നെ. എല്ലാവരും അവനെ കണ്ട് റെസ്പെക്റ്റോടെ വണങ്ങുന്നു. അത്രയ്ക്കും ചൈതന്യം ആ വ്യക്തിക്കുണ്ടായിരുന്നു. ആളുടെ സ്റ്റിക്കെല്ലാം നല്ലവണ്ണം തിളങ്ങുന്നുണ്ട്. എന്നിട്ടും ധീരത കൈവിടാതെയാണ് നിങ്കയുടെ നിൽപ്പ്. ശേഷം അവൻ്റെ അമ്പ് ആ വ്യക്തിയുടെ നേരെ എയ്യുന്നു. എന്നാൽ ആ അമ്പ് കൊള്ളുന്നതിന് മുമ്പേ അപ്രത്യക്ഷമായി നിങ്കയുടെയും സാങ്സാങ്ങിൻ്റെയും ബാക്കിൽ അയാൾ പ്രത്യക്ഷമായി. അയാൾക്ക് മിന്നൽ വേഗതയായിരുന്നു. അത് കണ്ട് നിങ്കി ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നിട്ടും അവൻ പറയുകയാണ് നിങ്ങൾ മനുഷ്യരുടെ ഇടയിലുള്ള ഫൈറ്റിലൊന്നും ഇടപെടാറില്ലല്ലോ, നിങ്ങളൊരു അൺനോൺ പേഴ്സൺ അല്ലേ? അപ്പോൾ ആ വ്യക്തി പറയുകയാണ് ഇത് ഡോട്ടർ ഓഫ് ഹെയ്ഡിൻ്റെ കാര്യമാണ്, എനിക്കെങ്ങനെ ഒളിച്ചിരിക്കാനാകും? ഇത് മനുഷ്യരുടെ കാര്യമല്ല. അതുപോട്ടെ നീ എന്തിനാണ് ഇവളെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആളുകളാണ് അതുമൂലം മരിക്കാൻ പോകുന്നത്. നിങ്കെ പറയുകയാണ് ഞങ്ങൾ രണ്ടുപേരും നിരപരാധികളാണ്.
എന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വേട്ടയാടപ്പെടുന്നത്? അപ്പോൾ ആ വ്യക്തി പറയുകയാണ്, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ നിന്റെ റെസ്റ്റിംഗ് പ്ലേസിലേക്ക് തന്നെ ഞാൻ തിരികെ വിടാം. അങ്ങനെയെങ്കിൽ അത് തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്കെ പാഞ്ഞു ചെന്ന് അവനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. സങ്സങ് ആകട്ടെ എങ്ങനെയാണോ അവർ ഷിയാഹുവിനെ പരാജയപ്പെടുത്തിയത് അതുപോലെ തന്നെ മുകളിലേക്ക് പോയി അവളുടെ പ്രകാശത്തിന്റെ ശക്തി പുറപ്പെടുവിക്കുന്നു. ആ ശക്തി നിങ്കയ്ക്ക് ഒരു ബൂസ്റ്റാണ്. എന്നാൽ അതുപയോഗിച്ച് പാഞ്ഞു ചെന്ന് ആ വ്യക്തിയെ വെട്ടാനൊരുങ്ങിയിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. കാരണം അയാൾ ഷിയാഹുവിനേക്കാളും ഒരുപാടധികം പവർഫുള്ളാണ്. ഫൂസിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും സാധിക്കുമെങ്കിൽ ആ വ്യക്തിയുടെ പവർ എത്രമാത്രം ഉണ്ടായിരിക്കും. ആ ഒരു ശക്തിയാൽ രണ്ടുപേരും തെറിച്ചുപോയി വീഴുന്നു. സാങ്സാങ്ങിന് നല്ല രീതിയിലുള്ള പരിക്ക് തന്നെയുണ്ട്. ഒന്നാമത്തെ അവൾ അവശതയിലായിരുന്നല്ലോ. നിങ്കയ്ക്ക് അത് കണ്ടു കഴിയുമ്പോൾ ശരിക്കും ദേഷ്യമാകുന്നു. വീണ്ടും പാഞ്ഞു ചെന്ന് ആ വ്യക്തിയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. ഉറുമ്പിനെ തട്ടിമാറ്റുന്നത് പോലെ നിങ്കയെ അവൻ തെറിപ്പിച്ചു കളഞ്ഞു. നിങ്കയും തെറിച്ചുപോയി നല്ല അവശതയിലാകുന്നു. ചോരയും തുപ്പുന്നു. സാങ്സാങ്ങിന് അത് കണ്ട് വിഷമമാകുന്നുണ്ട്. ആ വ്യക്തിയാകട്ടെ വീണ്ടും അവന്റെ സ്റ്റിക്ക് ഉപയോഗിച്ച് നിലത്തടിക്കുമ്പോൾ തന്നെ ആ ശക്തിയാൽ വീണ്ടും സാങ്സാങ്ങും നിങ്കയും തെറിച്ചു പോകുന്നു. അതിനുശേഷം ആ ചെസ് ബോർഡ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ നിങ്ക പറയുകയാണ്, എൻ്റെ മൈൻഡിന്റെ ഉള്ളിലുണ്ട്, എന്നെ കൊന്ന് അത് എവിടെയാണെന്ന് കണ്ടുപിടിച്ചോളൂ. അതുകൂടി കേട്ട് കഴിയുമ്പോൾ അയാൾക്ക് ശരിക്കും ദേഷ്യമാകുന്നു. അയാളുടെ ശക്തി പ്രയോഗിച്ചു കഴിയുമ്പോൾ നിങ്കയ്ക്കും സാങ്സാങ്ങിനും ശരിക്കും അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നു. അപ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കി ഒരുപാട് വിഷമിക്കുന്നു. നിങ്ക പറയുകയാണ്, ഒരുപക്ഷെ ഇവിടെ വെച്ചായിരിക്കും നമ്മൾ മരിക്കാൻ പോകുന്നത്. മരിച്ചാലും നമ്മൾ ഒരുമിച്ച് മരിക്കും. സാങ്സാങ്ങും അത് തന്നെ പറയുന്നു. ശേഷം ഒരു വിധത്തിൽ പരസ്പരം കൈ കോർക്കുകയാണ് അവർ. അതിനു പോലും ഒരുപാട് കഷ്ടപ്പാടുകൾ അവർ സഹിക്കുന്നുണ്ട്. എന്നാൽ കൃത്യസമയത്ത് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഫസ്റ്റ് ബ്രദർ അവിടെ എത്തുന്നു. അതുമൂലം അവർ ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. നിങ്കയ്ക്ക് അത് കണ്ടു കഴിയുമ്പോൾ ആശ്വാസമാകുന്നു. തങ്ങളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്ന് നിങ്ക ഫസ്റ്റ് ബ്രദറിനോട് ചോദിക്കുന്നു. സാധിക്കില്ല എന്ന രീതിയിൽ ഫസ്റ്റ് ബ്രദർ തലയാട്ടുന്നു. കാരണമായി അവൻ പറയുന്നത് അവൻ്റെ ശക്തി ഇതുവരെയും പൂർവാധികം അവന് തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ്. നിയാൻ്റെ മാസ്റ്റർ അപ്പോൾ പറയുകയാണ്, നിന്റെ ശക്തി ഉപയോഗിച്ച് ഡോട്ടർ ഓഫ് ഫെയ്ഡിനെ നിനക്ക് ഹീൽ ചെയ്യാനാകില്ല. അതുമാത്രമല്ല വലിയ ദുരന്തങ്ങളാണ് ഇവൾ മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാളെ വണങ്ങിക്കൊണ്ട് ഫസ്റ്റ് ബ്രദർ പറയുകയാണ്, ഫൂസി നിനക്ക് വേണ്ടി ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. നിനക്ക് ഇറ്റേണൽ നൈറ്റിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇവളെ കൊല്ലുവാൻ സാധിക്കില്ല. നിയാൻ്റെ മാസ്റ്റർ അപ്പോൾ പറയുകയാണ്, എന്തുകൊണ്ട്? ഫൂസിക്കറിയില്ലേ ഇവളാണ് ഡോട്ടർ ഓഫ് ഫെയ്ഡ് എന്ന്? ഇവളുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ആ തണുപ്പ് തന്നെ അടയാളമാണ്. അത് തന്നെ വലിയ അടയാളമാണ്. ഇവൾ കാരണമായിരിക്കും ഇറ്റേണൽ നൈറ്റ് ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ബ്രദർ ഒരു കാര്യം പറയുന്നുണ്ട്. ശരിയായിരിക്കാം, സാങ്സാങ്ങിന്റെ ഉള്ളിൽ ഡോട്ടർ ഓഫ് ഫെയ്ഡ് ഉണ്ടായിരിക്കാം. പക്ഷെ അവളുടെ ഉള്ളിലുള്ള ഡോട്ടർ ഓഫ് ഫെയ്ഡിന് നല്ല ഉറപ്പുണ്ട് സാങ്സാങ്ങിന് അത് കുറേ നാളത്തേക്ക് മറച്ചു വെക്കാനാകില്ല എന്ന്. ഒരു ദിവസം തീർച്ചയായും അത് ലോകം മുഴുവനും അറിയും. അന്ന് തീർച്ചയായും ആളുകൾ അവളെ കൊല്ലും. അതുമൂലം അവളുടെ ഉള്ളിലുള്ള ആ ഡോട്ടർ ഓഫ് ഫെയ്ഡ് പുറത്തേക്ക് വരും. അതാണ് ഡോട്ടർ ഓഫ് ഫെയ്ഡിന്റെ പ്ലാൻ. അതുകൊണ്ട് ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി അവളെ കൊല്ലുകയല്ല, പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ നിയാന്റെ മാസ്റ്റർ അപ്പോഴും അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. എന്നിട്ടും ഫസ്റ്റ് ബ്രദർ പറയുകയാണ്, ഫൂസി പറഞ്ഞത് സാങ്സാങ്ങിനെ അക്കാദമിയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നാണ്. അത് സാധ്യമാകില്ല എന്ന് നിയാന്റെ മാസ്റ്റർ പറയുന്നു. ഫസ്റ്റ് ബ്രദർ പറയുകയാണ്, അങ്ങനെയെങ്കിൽ അതിന് ഞാനും ട്രൈ ചെയ്യാം. ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് നോക്കട്ടെ. ശേഷം നിങ്കയോട് പറയുകയാണ്, ഇവളെയും കൊണ്ട് ഇവിടുന്ന് ഉടനെ രക്ഷപ്പെടൂ. എനിക്ക് നിയാന്റെ മാസ്റ്ററിനെ തോൽപ്പിക്കാനാകില്ല, പക്ഷെ അവനെ സ്റ്റോപ്പ് ചെയ്യാം. എന്നാൽ നിങ്ക അതിന് തയ്യാറാകുന്നില്ല. നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുന്നു. ഫസ്റ്റ് ബ്രദർ പറയുകയാണ്, നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ എനർജി കൂടി നീ എടുക്കും. അതുകൊണ്ട് പോകുന്നതാണ് നല്ലത്. എന്നിട്ടും അവർ അതിന് തയ്യാറാകുന്നില്ല എന്ന് കാണുമ്പോൾ ഫസ്റ്റ് ബ്രദർ തന്നെ അവൻ്റെ ശക്തി ഉപയോഗിച്ച് നിങ്കയെയും സാങ്സാങ്ങിനെയും ഇടിച്ചു തെറിപ്പിക്കുന്നു. എന്നാൽ അവർക്ക് അധികമായിട്ട് പരിക്കൊന്നും ഏൽക്കാത്ത രീതിയിലാണ് ശക്തി പ്രയോഗിക്കുന്നത്. അതുമൂലം അവർ ദൂരേക്ക് തെറിച്ചു പോയി വീഴുന്നു. ആളുകൾക്ക് അവിടെ എന്താണ് നടന്നതെന്ന് മനസ്സിലായില്ല. ചുറ്റിനും ഒരു കാറ്റ് മാത്രം. ആ ഒരു ശക്തിയാൽ സാങ്സാങ്ങും നിങ്കയും സിറ്റിക്ക് പുറത്തെത്തിയിരുന്നു. അവർ ആ കുതിരയുടെ അടുത്ത് തന്നെയാണ് ചെന്ന് പെട്ടത്. അതുകൊണ്ട് എളുപ്പത്തിൽ ആ കാരേജിൽ കയറി നിങ്കയ്ക്കും സാങ്സാങ്ങിനും രക്ഷപ്പെടാൻ സാധിച്ചു. ഫസ്റ്റ് ബ്രദറിനാകട്ടെ അതൊക്കെ കണ്ട് ഒരുപാട് സന്തോഷമാകുന്നു. നിയാന്റെ മാസ്റ്റർ ആകട്ടെ ഫസ്റ്റ് ബ്രദറിനെ ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ പറയുകയാണ്, ഫൂസിയുടെ ഫസ്റ്റ് ഡിസൈപ്പിൾ എന്ന് പറയാൻ നീ യോജിച്ചവൻ തന്നെ. എന്നാൽ അതിനൊന്നും തനിക്ക് യോഗ്യതയില്ല എന്നാണ് അവൻ പറയുന്നത്. നിയാന്റെ മാസ്റ്റർ പറയുകയാണ്, സാങ്സാങ്ങിനെയും നിങ്കയെയും നീ രക്ഷിച്ചു. എന്നാൽ അവർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. നിനക്ക് അവരെ ഒരിക്കലും പൂർണ്ണമായിട്ടും സംരക്ഷിക്കാനാകില്ല. നീ ഇപ്പോൾ തിരികെ പോയി സുഖം പ്രാപിക്കൂ. നീ പറഞ്ഞ വാക്കുകളൊന്നും ഫൂസിയുടെ വാക്കുകളല്ല എന്ന് എനിക്കറിയാം. ഫൂസി ഒരിക്കലും അങ്ങനെ പറയില്ല. ഇതൊക്കെ നിന്റെ തന്നെ ഊഹാപോഹങ്ങളല്ലേ? ഫസ്റ്റ് ബ്രദർ അപ്പോൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നിയാന്റെ മാസ്റ്റർ പറയുകയാണ്, ഫൂസി അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ എപ്പോഴേ ഫൂസി തന്നെ നിങ്കയെയും സാങ്സാങ്ങിനെയും രക്ഷപ്പെടുത്തി അക്കാദമിയിൽ തിരികെ എത്തിച്ചാനെ. ഇതുപോലെ ഒരു പ്രശ്നവും ഉണ്ടാകില്ലായിരുന്നു. എനിക്കറിയാം.
അവനും സംശയമാണ് ഇപ്പോൾ എന്തു ചെയ്യണമെന്ന്. തിരിച്ച് നീ അവിടെ എത്തിക്കഴിയുമ്പോൾ എൻ്റെ സന്ദേശം നീ ഫൂസിയെ അറിയിക്കണം. അവനിപ്പോൾ മടിച്ചു നിൽക്കുകയാണ്. ഭാവി അവൻ്റെ തീരുമാനത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ശേഷം അയാളുടെ ശക്തി ഉപയോഗിച്ച് അയാൾ അവിടുന്ന് മാഞ്ഞു പോകുന്നു. സാങ്സാങ്ങിൻ്റെയും നിങ്കയുടെയും കാരേജിനെ ഇപ്പോഴും കുറേ ആളുകൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്രാവശ്യം അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സാങ്സാങ് പ്രകാശത്തിൻ്റെ പുത്രിയാണെന്ന് വിശ്വസിക്കുന്ന ഷീലിങ്ങിൻ്റെ ആളുകൾ അവിടെ എത്തുന്നു. അവരുടെ ശക്തിയാൽ ചെയ്സ് ചെയ്യുന്നവരെ എല്ലാവരെയും അവർ ആട്ടി ഓടിക്കുന്നു. ആ ദുഷ്ടനായിട്ടുള്ള കമാൻഡറിനെയും അവൻ്റെ ആളുകളെയുമാണ് അങ്ങനെ ചെയ്തത്. ഒരു പ്രകാശമാണ് അവരെ മൂടിക്കളഞ്ഞത്. അവർക്കൊന്നും ചെയ്യാനായില്ല. വീണ്ടും സാങ്സാങ്ങിനെയും നിങ്കയെയും കാണിക്കുന്നു. ആ കാരേജിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് വിഷമത്തോടെ സാങ്സാങ് അവരെ സംരക്ഷിക്കുന്ന ഷീലിങ്ങിൻ്റെ ആ ആളുകളുടെ നേതാവിനെ കുറിച്ചൊക്കെ ഓർക്കുന്നു. വെയ്ഗാമിങ്ങിൻ്റെ പിൻഗാമികൾ എന്ന് പറഞ്ഞ വ്യക്തി തന്നെ. അയാളും അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സാങ്സാങ് ഓർത്ത് വിഷമിക്കുന്നു. സാങ്സാങ് അങ്ങനെ അവരെ ഓർക്കാൻ കാരണം വേറൊന്നുമല്ല, സ്വയം ജീവത്യാഗം ചെയ്താണ് സാങ്സാങ്ങിനെയും നിങ്കയെയും അവർ രക്ഷിച്ചത്. ദുഷ്ടനായിട്ടുള്ള ആ കമാൻഡറിനെയും മറ്റുള്ളവരെയും തടഞ്ഞത് ജീവത്യാഗം ചെയ്തുകൊണ്ടായിരുന്നു. നിങ്ക അപ്പോൾ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, അവരിതിൽ ഒരിക്കലും ഖേദിക്കുന്നുണ്ടാകില്ല. അവരെക്കുറിച്ച് ഓർത്ത് നീ ആകുലപ്പെടണ്ട. എന്നാൽ നിങ്ക പറഞ്ഞ വാക്കുകളൊന്നും അവളെ ആശ്വസിപ്പിച്ചില്ല. അവൾ പോലും വിശ്വസിക്കുന്നത് അവൾ ഡോട്ടർ ഓഫ് ഹെയ്ഡ് ആണെന്നാണ്. പ്രകാശത്തിന്റെ പുത്രിയാണ് താനെന്ന് അവർ സംശയിച്ചാണ് വെറുതെ അവർ ജീവത്യാഗം ചെയ്തതെന്നൊക്കെ അവൾ പറയുന്നു. അതുകൂടാതെ സാങ്സാങ് നിരാശയോടെ പറയുന്ന വലിയ വലിയ വാക്കുകൾ കേട്ട് നിങ്ക പേടിക്കുകയാണ്. അവൾ ഈ ലോകത്തിനെതിരെ തന്നെ ഒരു പ്രക്ഷോഭം നടത്തുമോ എന്ന്. ശരിയാണ്, ഈ ലോകം വളരെ മോശമാണ്. പക്ഷേ അവളെ കൊണ്ട് അതൊന്നും ചെയ്യിപ്പിക്കരുത്. അവൾ കാരണം ഈ ലോകത്തിന് നാശമുണ്ടാകരുത്. ഞാനാണ് അതിനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടത്. ശേഷം അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ രണ്ടുപേരും പുതച്ച് കിടക്കുകയാണ്. സാങ്സാങ്ങിന് നല്ല അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ട്. നല്ല അറ്റാക്കുകളാണല്ലോ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.